നമുക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠ ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദേവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ സ്വലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയത്തെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവ്, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം നമ്മൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. എല്ലാവരും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും, നാനാ ദിക്കുകളിലും ഇതര ജില്ലകളിലും വിദൂരങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും ഈ ശുശ്രൂഷ ഇപ്പോൾ ലൈവായി കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അവരുടെ ഉടമ്പടി നിയോഗങ്ങൾ കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മ വഴി മൗനമായി എണ്ണി എണ്ണി ഈശോയ്ക്ക് ഏൽപ്പിക്കുക. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ശ്രുതികട ഹല്ലേലൂയ. Praise the Lord. Praise the Lord. പതിരുകൾ 3 കഷണമായി നമ്മുടെ പതിര ശ്വാസകോശം 3 കഷണമായിട്ടാണ് കാണപ്പെടുന്നത്. അതായത് 3 കഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 3 കഷണമാക്കിക്കൊണ്ട് എന്തോ രോഗങ്ങൾ, ഏതോ ഞരമ്പുകൾ, രക്തഓട്ടങ്ങളിൽ അവിടെ കൂടി കടന്നു പോകുക രക്തഓട്ടങ്ങളിൽ നിർജീവത്വം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇത് 3 കഷണമായി മാറണത്. ആ ശ്വാസകോശത്തെ കർത്താവ് ഇപ്പോഴും പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ.
നട്ടലിന് ബെൻഡിങ് വന്നിരിക്കുകയാണ്. നേരെയുള്ള നട്ടല് എസ് പോലെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വന്നിരിക്കുന്നു. അതിന് മുതുകിന് അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറയണത്. അത് ബെൻഡിങ് വന്നിട്ടുണ്ട്. ഈ നട്ടലിനെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പുഴുക്കളരിക്കുന്ന ശരീരം, പുഴുക്കളാണ്, അതായത് മഞ്ഞ നിറമുള്ള ചുവന്ന തലയുള്ള പുഴുക്കൾ അരിക്കുന്ന ശരീരം. ഈ ശരീരം ആരുടേതായാലും അത് കിടപ്പായാലും ഇനി ആശുപത്രി കൊണ്ടുപോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് ചെവിയിൽ നിന്ന് ഇത്തരം പുഴുകൾ വന്നാലും ഈ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു. സുളലിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വലത് കാതുകളെ വേദനയുള്ളവർ, രോഗമുള്ളവർ, വലത് കാതിന് ദൂരമുള്ളവർ, കാതിന് പഴുപ്പ് വരുന്നവർ കൈവച്ച് സ്തുതിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ആ വ്യക്തികളില്ലെങ്കിൽ തന്നെ വീട്ടിലാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും ആരായാലും ബന്ധുക്കൾ അറിയാവുന്നവർ ഇപ്പോഴ് അവരുടെ വലത് കാലിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കുന്ന ഹല്ലേലൂയ. വയറിന് വേദനയുള്ളവര്, പണ്ട് ഒരു വയറിനൊരു പോറലുണ്ടായിരുന്ന ആ പോറലെ പുറത്ത് വെച്ച് കാണാൻ കഴിയുമായിരുന്നു. ഉള്ളിലുള്ള പോറലിൻ്റെ ഇളം വയലറ്റ് നിറമുള്ള ചെറിയ ഛായ ഷെയ്ഡ് ഇടത് വയറ്റിൽ കാണുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള എല്ലാ ഷെയ്ഡിലുള്ള, അതേസമയം തന്നെ ഉള്ളിൽ വേദനയുള്ള ഉദര രോഗികളെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. അസ്ഥികളെ കർത്താവ് കാണിക്കുന്നു. അസ്ഥികൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും നീളത്തിലുള്ള ദ്വാരങ്ങളുണ്ട്. സ്വാഭാവികമായ ദ്വാരമാണെന്ന് തോന്നുന്നു, ഉണ്ടായ ദ്വാരമല്ല, പണ്ട് മുതലേ ഉള്ള ദ്വാരമാണ്. സ്വാഭാവികമായി അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ദ്വാരങ്ങൾ 8 പോലെയാണ് അതിന് ഷേപ്പ് ഇരിക്കുന്നത്. 8 പോലെ ആയിരിക്കുമ്പോൾ ആ 8ൻ്റെ 2 പൂജ്യങ്ങളും ഉള്ളതുപോലെയുള്ള ദ്വാരങ്ങൾ ഉണ്ട്. ഈ അസ്ഥികൾക്ക് എന്നാ അസുഖമെന്ന് അറിയത്തില്ല, പക്ഷേ അസ്ഥികളെ ഉള്ള ഗുരുതരമായ അസുഖത്തെ ഇപ്പോഴീശോ പൂർണ്ണമായി സുഖപ്പെടുത്തുന്ന ഹല്ലേലൂയ. സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പൂപ്പൽ പിടിക്കുന്ന ശരീരഭാഗങ്ങൾ, ചില ശരീരഭാഗങ്ങളിൽ പൂപ്പൽ പിടിക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ വെളുത്ത തൂവെള്ള പഞ്ഞി പോലെ ഇരിക്കും. പഞ്ഞിയല്ല, നമ്മൾ ഈ മൂടൽ മഞ്ഞ് പോലെ, മഞ്ഞ് നീരാവി പോലെ ഇരിക്കും. അങ്ങനെ പൂപ്പൽ പിടിക്കുന്ന ഞരമ്പിൻ്റെ ചില ഭാഗങ്ങൾ, ആ രോഗമുള്ള വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. ചാക്കോവർഗീസിൻ്റെ സാക്ഷ്യം ആയിരുന്നു ആദ്യമായി നമ്മൾ കേട്ട ഒരു സാക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ചില കമൻറ്റുകൾ ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു. വിശ്വാസത്തിൻ്റെ ആൾക്കാരെ, വിശ്വാസികളെ അദ്ദേഹം രണ്ടായി തിരിച്ചു. സാധാരണ വിശ്വാസികളും അസാധാരണ വിശ്വാസികളും. അപ്പം അത് ഞാൻ പണ്ടേ പലപ്പോഴും ശുശ്രൂഷയിൽ അനുസ്മരിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് സാധാരണ വിശ്വാസികളെന്ന് പറയുമ്പോൾ എന്താണ് വരണത്? പാരമ്പര്യമായി ഉള്ള വിശ്വാസികൾ. പാരമ്പര്യ വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേകത എന്താ?
അതായത് അവർക്ക് പ്രത്യേകിച്ച് വിശ്വാസമുണ്ട്, പക്ഷെ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ ആ വിശ്വാസം പ്രാപ്തമല്ല. അതാണ് പ്രശ്നം. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ വിഷയം എന്താ? അത് ബ്ലഡ് ക്യാൻസറാണ്. അത് ഹെവി ഡ്യൂട്ടിയാണ്. ഒരു ജലദോഷം പനിയും മാറണത് പോലെ അത് മാറത്തില്ല. അപ്പം അതാണ് ഹെവി ഡ്യൂട്ടി. സാധാരണ വിശ്വാസം എന്ന് പറയുമ്പോൾ ഹെവി ഡ്യൂട്ടി ചെയ്യുന്നതിന് കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ട് എപ്പോഴും അച്ഛൻ എന്നാ പറയണത്? വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം. വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണമെന്ന് അച്ഛൻ പറയും. ചില സമയത്ത് ഞാൻ പറയും വിശ്വാസം നമ്മുടെ പേരിൽ കൂട്ടി പിടിക്കാൻ പറയും. വിശ്വാസ പ്രമാണം പൊക്കുവരവ് ചെയ്ത് നമ്മുടെ പേരിൽ കൂട്ടി തണ്ടപ്പേര് പിടിക്കാൻ പറയും. രണ്ട് കാര്യം ഇങ്ങനെ. കാര്യം ഈ വിശ്വാസ പ്രമാണം ഇപ്പം നമുക്ക് ആ പ്രമാണം ആരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്? അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ? അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയായി അവർ പറഞ്ഞു തന്ന വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഇപ്പോഴും നടക്കുകയാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈട് വെക്കാൻ കുഴപ്പത്തില്ല. ഈട് വെക്കുമ്പോൾ കർത്താവ് ചോദിക്കും, ഇത് നിൻ്റെ പേരിലല്ലോ, നിൻ്റെ അപ്പൻ്റെ പേരിലല്ലേ എന്ന് പറയും. ഇപ്പോഴും ഈ 10-55 കൊല്ലം ക്രിസ്ത്യാനിയായി ജീവിച്ചിട്ട് ഇപ്പോഴും അപ്പൻ്റെ വിശ്വാസത്തിലാണെങ്കിൽ പണിയായിരിക്കും അത്. കർത്താവ് എപ്പോഴും നോക്കണത് എന്താ? വിശ്വാസം നിൻ്റെ പേരിലാക്കിയോ എന്ന് ചോദിക്കും. ഇപ്പം ചാക്കോ വർഗീസ് എന്നാ ചെയ്തത്? വിശ്വാസം തൻ്റെ പേരിലാക്കാൻ അദ്ദേഹം ഇവിടുന്ന് എഴുതി കൊടുത്ത പ്രാർത്ഥന കുഞ്ഞിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റക്ക് പോയിരുന്ന് അദ്ദേഹം ഒറ്റയ്ക്ക് 2 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മകനെ ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ? എനിക്ക് കരയാൻ വേണ്ടി മാത്രം ഡോക്ടർ ഒരു മുറി തന്ന പോലെ ആയെന്ന്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെന്ന് 1 മണിക്കൂർ. അത് വിശ്വാസം സ്വന്തം പേരിലാക്കുന്നതിന് മുമ്പുള്ള ഒരു ചാക്കോ വർഗീസാണ്. അതിനുശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? RCCയിൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ 1 മണിക്കൂർ പോയി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. അത് നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ മുതൽ മുടക്കുകയാണ്. അപ്പൻ സ്വന്തമായിട്ട് മുതൽ മുടക്കുകയാണ്. അപ്പോഴേ നമ്മളുടെ സ്വന്തമായ മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിലെ കർത്താവ് നേടിയെടുത്ത കൃപയിലെ മുതല്. നമ്മുടെ മുതലെന്ന് പറഞ്ഞാൽ എന്താ? ക്രൂശിക്കപ്പെട്ടവൻ അവൻ്റെ പീഡാനുഭവത്തിലൂടെയും അവൻ്റെ കുരിശു മരണത്തിലൂടെയും പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്ത് നീതി നിറവേറ്റിക്കൊണ്ട് അവൻ നേടിയെടുത്ത പിതാവിൻ്റെ പ്രസാദത്തിനാണ് മുതലെന്ന് പറയണത്. നമ്മുടെ മുതലതാണ്. എന്താണ്? കൃപ. അതുകൊണ്ടാണ് കൃപയുടെ കാര്യം പറയുമ്പോഴേ കർത്താവിൻ്റെ വചനം പറയും, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അതാണ് യോഹന്നാൻ 1:16. കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. അപ്പം കർത്താവ് ഉണ്ടാക്കിയതാണ് കൃപ. കർത്താവ് എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഈ കൃപ പിതാവിൻ്റെ പ്രസാദമാണ്. അതായത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ഈശോ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ, മനുഷ്യപ്രകൃതിയിൽ പരിഹാരം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിതാവ് പ്രസാദിച്ചു. അതാണ് ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എന്ന് പറഞ്ഞ്, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അതാണ് പീഡാനുഭവത്തിൽ സംഭവിച്ചത്. അതാണ് മത്തായി ശ്ലീഹ 12:18 ഒന്ന് പറഞ്ഞ്. മത്തായി ശ്ലീഹ 12-ാം അധ്യായം 18-ാം വാക്യം. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. അപ്പൊ പിതാവിൻ്റെ പ്രസാദത്തിനാണ് എന്നാ പറയണത്? കൃപ എന്ന് പറയണത്. ഈ പിതാവിൻ്റെ പ്രസാദം ആരുണ്ടാക്കിയെടുത്തതാ?
ഈശോ പീഡാനുഭവത്തിലൂടെ പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ദൈവം തന്നെ മനുഷ്യ പ്രകൃതിയിൽ പരിഹാരം ചെയ്ത് നീതി നിറവേറ്റി ഉണ്ടാക്കിയെടുത്തതാണ്. കാര്യം നേരത്തെ കൃപ ഉണ്ടാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. എന്താ കഴിയാതിരുന്നത്? അവർ മനുഷ്യൻ ചെയ്ത പാപത്തിന് വേണ്ടി ആടിനെയാണ് ബലിയർപ്പിച്ചത്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയണത് മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ എന്ന് പറഞ്ഞ് മുറപ്രകാരമുള്ള ഹോമയാഗങ്ങളിലെ ഞാൻ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അപ്പോഴെങ്ങനെയാണ് ഈ സന്തോഷം ഉണ്ടാക്കിയത്? ഈശോയുടെ സന്തോഷം എന്താണ്? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക. ഇഷ്ടം നിറവേറ്റുന്നതിലാണ് കൃപ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. നീരാവി ഘനീഭവിക്കുമ്പോഴാണ് മഴ ഉണ്ടാവുന്നത്, ഇല്ലേ? നീരാവി ഘനീഭവിക്കുമ്പോൾ മഴ ഉണ്ടാകുന്നത് പോലെയാണ് ദൈവ ഇഷ്ടം നിറവേറ്റുമ്പോൾ കൃപ ഉൽപ്പാദിപ്പിക്കപ്പെടും. അതാണ് സങ്കീർത്തനം 46. സങ്കീർത്തനം 46 മുറപ്രകാരമുള്ള ഹോമയാഗങ്ങളിൽ പറഞ്ഞ് ഹനനയാഗങ്ങളിൽ ഞാൻ സംതൃപ്തനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ്, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. കൈ അടിച്ചു കിടന്നാൽ ധ്യാനിക്കട്ടെ. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഈ ഒരു തിരുവൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിന്, എനിക്കൊരു അവസരം തന്നതിന് ഈശോയ്ക്കും മാതാവിനും 1000 കോടി നന്ദി പറയാണ്. കാരണം ഞാനൊട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നൊന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ലൈഫിൽ അത് നടക്കും എന്നുള്ളത് എനിക്ക് ഒട്ടും ഹോപ്പില്ലാതാണ് ഞാൻ ആക്ച്വലി ഇവിടെ വരുന്നത്. ഞാൻ 2024 ജൂൺ 3-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂൺ 3-ാം തീയതി. അപ്പം എനിക്കിപ്പം പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരും പറഞ്ഞ് ഞാൻ ഉടമ്പടിയും കൃപാസനത്തിനെ പറ്റിയൊക്കെ അറിയുന്നത് അങ്ങനെയാണ്. അതിനു മുന്നേ എൻ്റെ അമ്മയുടെ ചേട്ടൻ പറഞ്ഞാണ് ഞാൻ കൃപാസനത്തെ പറ്റി കൂടുതലും അറിയുന്നത്. ജൂൺ 3-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് ഞാനിതുപോലെ IELTS നല്ല സ്കോറിൽ പാസ്സായി UK പോകാനുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കൂടെ പഠിക്കുന്നവരും കാര്യങ്ങളും എല്ലാം പെട്ടെന്നൊക്കെ കയറിപ്പോകുന്നു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഓൾറെഡി ഞാൻ ഈ പ്രൊസീജിയറിലാണ്. അപ്പം പക്ഷേ ലോണും കാര്യങ്ങളും ഒന്നും ഞാൻ ഉദ്ദേശിച്ച പോലെ പെട്ടെന്ന് അങ്ങോട്ട് സാങ്ഷൻ ആയില്ല. കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത് മാറിപ്പോയി. അപ്പം അമ്മയുടെ ഒരു പേരിലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് അവസാനം കൊടുത്തിട്ടാണ് ഞാൻ ഫണ്ടും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് UK വേണ്ടുന്ന ഒരു ഫണ്ട് ശരിയാവാത്തത് കൊണ്ട് ഞാൻ ആ കൺട്രി മൊത്തത്തിൽ മാറ്റി മാൾട്ടയ്ക്ക് വെച്ചു. കാരണം പകുതിക്ക് വെച്ച് മൊത്തത്തിൽ ക്യാൻസൽ ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു രാജ്യം വെക്കുന്നത്. അപ്പം പുറത്തേക്ക് പോകുന്നവർക്ക് അറിയാം അപ്പോൾ എത്രത്തോളം ടൈം ലാഗ് പിന്നെയും അതിലേക്ക് വരുമെന്നുള്ളത്. അപ്പം ഞാനപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാൻ രണ്ടാമത് വേറൊരു കൺട്രി വെക്കുകയാണ്, എൻ്റെ കൂടെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ രണ്ടാമത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞാനത് മാൾട്ടയ്ക്കുള്ളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് പോയി. പക്ഷേ ഫീസ് അടയ്ക്കാനായിട്ട് പറ്റുന്നില്ല. കയ്യിൽ പൈസ ഉണ്ടായിട്ടും അതായത് നമ്മൾ ഫണ്ട് കൈ കടന്നിട്ടും ഫീസ് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തൊക്കെ പ്രാർത്ഥിച്ച്, മാതാവേ ഫീസ് കാരണം പൈസ കിടക്കാണ്, അത് ചിലവാകും. മാതാവ് അതെല്ലാം പെട്ടെന്ന് ആ കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ പോയി. ഈ സമയത്ത് ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലാണ്. അപ്പം അതുവരെ എന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി പള്ളിയിൽ പോകും രാവിലെ. പക്ഷേ ബൈബിൾ വായനയും കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ടല്ലായിരുന്നു. കാരണം ഞാനങ്ങനെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. അമ്മ എന്നും പറയായിരുന്നു എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതൊക്കെ. പക്ഷേ കറക്റ്റായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് പോലും തികച്ച് ഞാൻ വായിക്കത്തില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ എല്ലാ ദിവസവും ആദ്യം ഭയങ്കര കറക്റ്റായിട്ട് അരമണിക്കൂർ കൂടുതലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. അമ്മ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അവളോട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു രീതിയിൽ. കാരണം അതുപോലെ ഞാൻ തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച് തുടങ്ങിയൊരു സമയമായിരുന്നു. കാരണം അറിയാം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പം ഞാനും ആ ഒരു രീതിയിലേക്ക് മാറി വന്നതിന് നല്ല ടൈം എടുത്തായിരുന്നു. ആദ്യത്തെ ഉടമ്പടി സെപ്റ്റംബറിൽ കഴിഞ്ഞു. പക്ഷേ എൻ്റെ പേപ്പർ വർക്ക് നല്ല ലാഗായി, പിന്നെയും ഇടയ്ക്ക് വെച്ചിട്ട്
പക്ഷെ ഞാൻ അപ്പോഴും എൻ്റെ ഹോപ്പ് കളഞ്ഞില്ല. ഞാൻ പിന്നെയും അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉടമ്പടി പുതുക്കി. എൻ്റെ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ നിൽക്കുമ്പം എൻ്റെ വിസയ്ക്കൊക്കെ ഞാൻ വെച്ചു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ വിസ റിജക്റ്റായി. ഒരു റീസണും ഇല്ല, നോ റീസണായിട്ട് എൻ്റെ വിസ റിജക്റ്റായി. ഫീസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഹാഫ് അടച്ചു, അക്കൗണ്ടിലും കാണിക്കേണ്ട എമൗണ്ട് എല്ലാം കാണിച്ചു, 10-16 ലക്ഷം രൂപ. എന്നിട്ടും നമുക്ക് വിസ റിജക്റ്റായി. എൻ്റെ ലൈഫിൽ ഞാൻ ആ ഒരു ടൈമിൽ കടന്നു പോയൊരു സന്ദർഭം എന്ന് പറയുന്നത് എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഒരാളോട് ഇത് പറയാൻ പറ്റത്തില്ല നമുക്ക്. എൻ്റെ പപ്പ അമ്മ എന്നുള്ളതല്ലാണ്ട് വേറെ ഒരാളോട് നമുക്കിത് എനിക്ക് ഷെയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം നമ്മൾ അതുപോലെ പുറത്തുനിന്ന് കടം മേടിച്ചിട്ടും ഒക്കെ റോൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. എല്ലാവരും ഓൾറെഡി എപ്പോൾ തന്നെ അറിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ. അപ്പം ചോദ്യമുണ്ട് എപ്പോഴാണ് പോകുന്നതെന്നൊക്കെ ഉള്ള ചോദ്യം. ഇതും കൂടെ സഹിക്കാതായപ്പം എന്നെക്കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തായിപ്പോയി. ലാസ്റ്റ് ഞാനപ്പം ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ ഉടമ്പടിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞ് ചോദിച്ചു, ഞാൻ എന്നെക്കൊണ്ട് എന്തിനാ ഇങ്ങനെ കരയിക്കുന്നത്, എന്നെ ഇത്രയും പൈസ മുടക്കിക്കുന്നത്, എനിക്ക് വിധിച്ചതല്ലെങ്കിൽ അതങ്ങ് ആദ്യമേ എൻ്റെ കയ്യിൽ നിന്ന് മാറ്റിക്കൂടായിരുന്നോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതമാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അപ്പം എൻ്റെ മൈൻഡിലെന്ന് പറയുന്നത് ഞാനിപ്പം പള്ളിയിൽ പോകുന്നത് അങ്ങ് നിന്ന് ആ സമയത്തേക്ക്. കാരണം എനിക്ക് പിന്നെ എൻ്റെ ഹോപ്പ് മൊത്തം പോയി, എന്നെ കൊണ്ട് ഒക്കുന്നില്ല ഒന്നും. പക്ഷേ എൻ്റെ അമ്മ ആ സമയത്ത് പറഞ്ഞ് പള്ളിയിൽ പോകാതിരുന്നിട്ട് കാര്യമില്ലല്ലോ, മാതാവ് ചെയ്യാനുള്ളത് ചെയ്യുമെന്നാണേലും. ഞാനിപ്പോൾ പിന്നെയും പള്ളിയിലൊക്കെ പോകാനായിട്ട് തുടങ്ങി, പിന്നെയും പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇത് എല്ലാവരും ചോദ്യമൊക്കെ ആയപ്പം ഞാൻ പിന്നെ അവിടെ നിന്ന് എറണാകുളത്തിനായി IELTS കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് IELTSൻ്റെ ട്രെയിനറായിട്ട് എറണാകുളത്തിന് ജോലിക്ക് പോയി. നവംബർ ഡിസംബർ 2 മാസം എൻ്റെ ഉടമ്പടിയിലാണ്. അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കാര്യങ്ങളും രാവിലത്തെയും വൈകിട്ടത്തെ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ആ സമയത്ത് അവിടെ ഇരുന്നും ചെല്ലുന്നുണ്ട്. കുർബാനയ്ക്ക് പോകുന്നത് ഞാനായിട്ട് മുടക്കിയതാണോ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ആ സമയങ്ങളിൽ ഞാൻ പോകുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞ് ജനുവരി ആയപ്പോഴത്തേക്ക് ഇത് രണ്ടാമത് ഞാൻ ഒന്നില്ലെങ്കിൽ മാൾട്ടയ്ക്ക് വെക്കണം എന്നുള്ളൊരു ക്രൂഷ്യൽ സ്റ്റേജ് ആയി എന്നെ സംബന്ധിച്ച്. കാരണം രണ്ടാമത് വെക്കണമെങ്കിൽ ഞാൻ വീണ്ടും പൈസ മുടക്കണം അതുപോലെ നന്നായിട്ട്. പക്ഷേ ഇവൻ ഏജൻസിക്ക് പോലും ഒരു ഉറപ്പില്ല അത് കിട്ടുമോ അല്ലെങ്കിൽ പിന്നെയും റിജക്റ്റ് ആവുമോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പിടിയില്ല. നാട്ടിൽ വല്ലതും പഠിക്കാൻ പോകണോ ഒന്നും അറിയാൻ മേലാതെ ഞാനൊരു ബിഗ് സീറോ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഞാനൊരു 3-4 മാസം കടന്നു പോയത് എനിക്ക് എങ്ങനെ പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് ഒരിക്കലും പറ്റാത്തൊരു ടൈമിലൂടെയാണ് ഞാനും എൻ്റെ ഫാമിലിയും പൊക്കോണ്ടിരുന്നത്. ഒരാളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല വിസ റിജക്റ്റ് ആയെന്നുള്ളത്, ലാഗാണ് എന്നുള്ള രീതി മാത്രമാണ് പറഞ്ഞു നിൽക്കുന്നത്. ലാസ്റ്റ് ഞാനപ്പം അത് കഴിഞ്ഞ് ഡിസംബറിൽ അവിടുന്ന് റിസൈൻ ചെയ്ത് എറണാകുളത്തുനിന്ന് റിസൈൻ ചെയ്ത് തിരിച്ചു പോകുന്നു. ജനുവരി 15-ാം തീയതി എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, എന്താ ചെയ്യേണ്ടത്? ജനുവരി 14-ാം തീയതി എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസവും കൂടെ ഉള്ളൂ, എന്തെങ്കിലും ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ പറയണം, ഒന്നില്ലേ ക്യാൻസൽ ചെയ്യാല്ലേ റീഅപ്ലൈ ചെയ്യാന്നുള്ളത്. എനിക്കൊന്നും ചെയ്യാനില്ല, എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. കാരണം എന്നെക്കൊണ്ട് റിസ്ക് എടുക്കാൻ പറ്റത്തില്ല പിന്നെയും ഇത്രയും ഫണ്ട് മുടക്കാനായിട്ട്. അതിനുള്ള ആ ഒരു സിറ്റുവേഷനിലും അല്ലായിരുന്നു ഞങ്ങൾ. ലാസ്റ്റ് ഞാൻ രാത്രി അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ നമുക്ക് നാളെ കൃപാസനത്തിൽ പോകാം. ഞാൻ ഉടമ്പടി തീർന്നിട്ട് ഡിസംബർ അവസാനം തീർന്നത്. അപ്പം എറണാകുളത്തായിട്ട് പുതുക്കാൻ പറ്റിയില്ല, 2 ആഴ്ചയായി. അപ്പം നമുക്ക് ഉടമ്പടി പുതുക്കാൻ നാളെ കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് മാതാവിനെ ഒന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. ഞാനിത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കറിയില്ല. പക്ഷെ അന്നത്തെ ആ ഒരു ദിവസം എന്നുള്ളത്, ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് മേളിൽ ക്ലാസ് ചിന്തിക്കുമ്പോഴും അവിടെ അച്ഛൻ പറയുന്നതും ബ്രദർ പറയുന്നതും ഒന്നും എൻ്റെ തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. എൻ്റെ മൈൻഡിൽ അന്ന് ഉച്ചക്കത്തേക്ക് എനിക്കൊരു ഡിസിഷൻ എടുക്കണം, എന്തെങ്കിലും ഒന്ന്. ഞാൻ ലാസ്റ്റും ആ ക്ലാസ് എൻ്റെ ഇടയ്ക്ക് എപ്പോഴും ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പേപ്പറും കാര്യങ്ങളും എല്ലാം ആവശ്യങ്ങൾ എഴുതാനുള്ള പേപ്പറൊക്കെ ബ്രദർ തരുന്നതിനിടയ്ക്ക് എൻ്റെ അടുത്ത്, ഞാൻ ഈ സൈഡിലാണ് ഇരുന്നത്, ആ സൈഡിൽ ഒരു ആൻറ്റി വന്നിട്ടിരുന്നു. അത്രയും നേരം അവിടെ ആരും ഇല്ലായിരുന്നു, വേക്കൻ്റ് ആയിരുന്നു ആ ചെയറും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആൻറ്റി വന്നിട്ട് അവിടെ നിന്നിട്ട് വെച്ച്, മോൾ എവിടുന്നാണ് വരുന്നത്, എൻ്റെ പേരും സ്ഥലവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു. ഇവിടെ വന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് എന്തെങ്കിലും അനുഗ്രഹങ്ങളൊക്കെ നടന്നോ എന്നൊക്കെ. ഞാൻ ആ ആൻറ്റി പറയുന്നതിനൊക്കെ ചോദിക്കുന്നതിനൊക്കെ എന്തൊക്കെയോ മറുപടിയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്, എന്താണെന്ന് പോലും ഞാൻ ആക്ച്വലി ഓർക്കണില്ല. അത് കഴിഞ്ഞ് ഞാൻ ആൻറ്റി എന്തൊക്കെയോ സംസാരിച്ചു, എൻ്റെ അടുത്തൊന്ന് പോയി. ആൻറ്റിയുടെ അടുത്ത് ചോദിച്ചു പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആൻറ്റി പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നു, ഇപ്പോൾ 2 മാസമായിട്ട് പോകുന്നില്ല. പള്ളി അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പള്ളി അടുത്തുണ്ട്, പക്ഷേ ജോലിക്ക് പോകുന്നതുകൊണ്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് മനഃപൂർവ്വം മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ലേ എന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ശരിയാണ്, ഞാനായിട്ട് മാറ്റി വെച്ചിരുന്നതാണ് പള്ളിയിൽ പോകാതിരുന്നത്. പക്ഷേ
പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അതും ഉണ്ടായിരുന്നു. അപ്പം അനുസരിച്ച് പള്ളിയിൽ പോയി തുടങ്ങുമ്പോൾ പിന്നെയും പഴയ പോലെ എല്ലാം മാതാവ് ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് താഴോട്ട് വന്നു, കൗണ്ടറിലൊക്കെ വന്ന്. അപ്പം അത് കഴിഞ്ഞ് താഴെ വന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കെന്തോ എൻ്റെ മനസ്സിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഭാരമില്ല, ഓട്ടോമാറ്റിക്കലി അതങ്ങ് മാറി. ഞാനത് സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അത് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്ന വഴിക്കാണ് എന്നെ ഏജൻസിന്ന് വിളിച്ചിട്ട് ചോദിച്ചത് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യാം. ഒരു ബോധമില്ലാതാണ് ഞാൻ പറയുന്നത് ക്യാൻസൽ ചെയ്യാന്നുള്ളത്. വൈകിട്ട് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി നീ ക്യാൻസൽ ചെയ്യാന്നൊക്കെ പറഞ്ഞത്, ഓക്കെ അല്ലേ ക്യാൻസൽ ചെയ്യുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ക്യാൻസൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു എന്ന് ഞാനിങ്ങനെ പറഞ്ഞു അമ്മയടുത്ത്. കാരണം എനിക്ക് അപ്പോഴും എനിക്കൊരു ബോധമില്ല ഞാൻ എന്തായി പറയുന്നതെന്നുള്ളത്. അത്രയും ഫണ്ട് മുടക്കിയിട്ട് ഞാനത് എൻറ്റയർലി ക്യാൻസൽ ചെയ്യുവാന്ന് പറഞ്ഞത്. അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇതുപോലെ ഒരു ആൻറ്റി സംസാരിച്ചു, പക്ഷെ ആൻറ്റിയുടെ മുഖമോ സ്ഥലമോ പേരോ ഒന്നും ഞാൻ ചോദിക്കാഞ്ഞതാണോ അതോ ഞാൻ മറന്നു പോയതാണോ ഒന്നും എനിക്ക് എൻ്റെ മൈൻഡിൽ ആകെയുള്ളതൊരു നീല സാരി ഉടുത്ത ആൻറ്റി മാത്രം വരുന്നത്. എൻ്റെ മൈൻഡ് വേറെ ഒന്നും ഇല്ല ആൻറ്റിനെ പറ്റി. അത് ഞാൻ മറന്നു പോയെന്നാണ്. അമ്മ അത് രണ്ടാമത് വൈകിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാനത് റിക്കവർ ചെയ്ത് എടുക്കണത്. ഇങ്ങനെ ഒരാൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പോലും. അതിപ്പിന്നാണ് ഞാൻ എങ്ങനോ ആരും എടുക്കുകയും ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കലി എൻ്റെ മൈൻഡിൽ നിന്ന് വന്നതാണ്. അവർ വിളിച്ചപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യുവാണെന്നുള്ളത്. ആ ഒരു നീല സാരി മാത്രം, അവരുടെ മുഖമോ ഒന്നും എൻ്റെ മൈൻഡിലേ ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പം ഞാൻ ഷാർജയിലോട്ടുള്ള ഒരു ജോബിൻ്റെ കേസിനകത്ത് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം വൈകുന്നേരം പെട്ടെന്ന് എനിക്ക് ഈ 15-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ദിവസം വൈകിട്ട് മെയിൽ വന്നു, നാളെ രാവിലെ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാനപ്പം പഠിച്ചിരുന്നതാണല്ലോ, ഞാൻ സൈക്കോളജിയാണ് പഠിച്ചത്. അപ്പം അതിനനുസരിച്ച് കുഴപ്പമില്ല എന്നൊക്കെയുള്ള രീതിയിൽ നിന്നു. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സമാധാനമില്ല. കാരണം അവർ ചോദിച്ച ഒരു ഒറ്റ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പ്രിപ്പയർ ചെയ്തതും ഇത്രയും വർഷം പഠിച്ചതും ഒന്നും എന്നെ കൊണ്ട് പറ്റാത്തൊരവസ്ഥയിൽ പോയി. ഞാൻ എഗെയിൻ ഒന്നും അല്ലാത്തൊരവസ്ഥയിലാകുമായിരുന്നു. എൻ്റെ കയ്യിൽ നിന്നുള്ള എല്ലാ ഹോപ്പും തീർന്നു പോയി. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ ശരിക്കിരുന്ന് കരഞ്ഞ് വീട്ടിലിരുന്ന്. കാരണം എനിക്കത് കിട്ടത്തില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവർ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും ഞാൻ ആൻസർ ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. അവരെന്നെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ള രീതി ഞാൻ ആൻസർ ചെയ്തിട്ടേ ഇല്ല. ലാസ്റ്റ് അമ്മ പറഞ്ഞു കിട്ടാനുള്ളതാണ് കിട്ടും, നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ മാതാവിനടുത്ത് പറഞ്ഞു മാതാവേ ഇതെൻ്റെ അവസാനത്തെ ഹോപ്പാണ്, ഇതുകൂടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ നല്ലതല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇത്രയും വലിയൊരു സിറ്റുവേഷൻ കൂടെ ഞാൻ പൊക്കോണ്ടിരിക്കുന്നതെന്നുള്ളത്. ഞാൻ കരയുന്നത് മാത്രമേ അവർ കാണുന്നുള്ളൂ. ഞാൻ മാതാവിൻ്റെ അടുത്തൊരു 2-3 ദിവസം ഞാൻ അങ്ങനെ കരഞ്ഞങ്ങ് പ്രാർത്ഥിച്ച്. ഇത് കഴിഞ്ഞ് 3-ാം പൊക്കം എനിക്ക് ഓഫർ ലെറ്ററാണ് വരുന്നത്. അവിടുന്ന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് ഏപ്രിൽ 13-ാം തീയതി ഓശാനയുടെ അന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്ക് സ്കൂളിൽ നിന്നുള്ള ഓഫർ ലെറ്ററാണ് വരുന്നത്. ഒരു മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പുറത്തു പോകാൻ നോക്കിയിരുന്നത് ഞാൻ എൻ്റെ ഈ ഒരു പ്രായത്തിൽ എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ സാലറി ഇന്ന് GCC കൺട്രിയിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റായിട്ട് തന്നെ ഡയറക്റ്റ് ഞാൻ ജോലിക്ക് കയറുമായിരുന്നു. എനിക്ക് എങ്ങനെ അത് പറഞ്ഞ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് വേണ്ടി മാതാവിൻ്റെ തീരുമാനം ചിലപ്പം അങ്ങനെ ആയിരിക്കും. ഈ സമയത്താണേലും ഞാൻ എൻ്റെ 2-ാമത്തെ ഉടമ്പടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഞാൻ ആ സമയത്തും കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എല്ലാം കുർബാനയ്ക്ക് പോകുന്നതാണേലും പോകുന്നത് വരെ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പത്രമാണേലും ഇവിടുന്ന് മേടിച്ച് ഉടമ്പടി പുതുക്കാൻ വരുമ്പോഴും എല്ലാം പത്രം തരുന്നതെല്ലാം കൊടുക്കുമായിരുന്നു എല്ലാവർക്കും. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികളെന്ന് പറയുമ്പം ഞാൻ പള്ളിയിലെ സംഘടനകളിലെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എൻ്റെ സാമ്പത്തികത്തിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും യൂദീപ്തി പോലുള്ള സംഘടനകളിൽ ഞാൻ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ആഴ്ചകളിലും ഫുഡ് കൊടുക്കുന്ന പരിപാടി, നമ്മൾ ഈസ്റ്റർ പോലുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ സജീവമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ. എന്നെക്കൊണ്ട് ഏത് രീതിയിൽ ഏത് സംഘടന അല്ലെങ്കിൽ ആരുടെ കൂടെ നിന്നൊരു സഹായം ചെയ്യാൻ സാധിക്കും അതെല്ലാം ഞാൻ ഈ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി.